കൃഷ്, നീ എന്താ പാർവതിയുടെ പ്രപ്പോസൽ വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചത്? കുളപ്പടവിലെ താഴെയുള്ള പടവിലായി വെള്ളത്തിലേക്ക് കാലും ഇറക്കി വെച്ചുകൊണ്ടാണ് ഇരുവരും ഇരിക്കുന്നത്. അതിനിടയിലാണ് നന്ദ തൻ്റെ സംശയം ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പാർവതിയുമായി ഒരു റിലേഷന് താല്പര്യമില്ലെന്ന്. എൻ്റെ സങ്കല്പത്തിലെ പെണ്ണേയല്ല അവൾ. പിന്നെ അങ്ങനെ ഒരു പ്രപ്പോസലായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു ദിവസം അമ്മാവൻ അമ്മയോട് കാര്യം സൂചിപ്പിച്ചിരുന്നു. അവൾക്ക് എന്നോട് പ്രേമമാണ് പോലും. എവിടെ പോയാലും നിന്റെ പിന്നാലെ പെണ്ണുങ്ങളാണല്ലോ കൃഷ്. കൃഷി പറയുന്നതിനിടയിൽ നന്ദു അവനിട്ടൊന്ന് കൊട്ടി. അത് തന്നെയാ എനിക്കും ദൈവത്തിനോട് പറയാനുള്ളൂ. പാവത്തിങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം വാരിക്കോരി തരല്ലേന്ന്. അതുകൊണ്ടല്ലേ പെൺപിള്ളേരിങ്ങനെ പിന്നാലെ നടക്കുന്നത്. ഓ പിന്നെ അത്രയ്ക്കൊന്നുമില്ല, നന്ദു അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. എത്രയ്ക്കൊന്നും? കൃഷ് അവളിലോട്ട് നോട്ടം പായിച്ചു. നീ ഉദ്ദേശിക്കുന്ന അത്രയ്ക്കൊന്നും. ഇത്തവണ നന്ദു അവനെ നോക്കി. പൊടി, എനിക്കറിയാം ഞാനേ അത്യാവശ്യം നല്ല ഗ്ലാമറാണെന്ന്. അതുകൊണ്ടാണല്ലോ നീ പെട്ടെന്ന് വളഞ്ഞത്. കൈക്കുമ്പിളിൽ അല്പം വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തെറിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അന്നേരം അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ആര് വളഞ്ഞു? എപ്പോൾ വളഞ്ഞു? ഞാനെങ്ങും വളഞ്ഞൊന്നുമില്ല. ഞാനേ എൻ്റെ അച്ഛൻ കണ്ടെത്തിയ ചെക്കനെ കെട്ടുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണല്ലേ, ശരി. അവൻ മുഖം വീർപ്പിച്ചു നിന്നു. നീ ബാക്കി പറ കൃഷ്. എന്നിട്ട് നിന്നോടുള്ള പാർവതിയുടെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അമ്മ എന്തു പറഞ്ഞു? നന്ദു അവനരികിലേക്ക് നീങ്ങി അവൻ്റെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു. നേരം അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്ത് പറയാൻ? അമ്മ സഹോദരനോട് ആലോചിക്കാനും പറഞ്ഞു തിരിച്ചയച്ചു. അമ്മ അച്ഛനോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അച്ഛൻ ഓൺ ദി സ്പോട്ട് നോ പറഞ്ഞു. എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനുമായി നേരത്തെ നമ്മുടെ മാരേജ് കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഒരു ഭാഗത്ത് പാർവതി, ഒരു ഭാഗത്ത് നീ. എൻ്റെ മനസ്സിലാണെങ്കിൽ ഇവർ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ. ആദ്യം പാർവതിയെ ഒഴിവാക്കുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അച്ഛൻ കണ്ടെത്തിയ പെണ്ണിനെ കാണാൻ ചെല്ലാൻ തീരുമാനിച്ചു. ആ പെണ്ണിനോട് എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു വിവാഹം മുടക്കാം എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോഴാണ് നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ട്രിപ്പടിക്കാൻ പോകുന്നത്. അങ്ങനെ മെനക്കേടില്ലാണ്ട് പാർവതിയും പോയി കിട്ടി, സോളോ ട്രിപ്പും പോയി കിട്ടി. ഇല്ലാത്ത സങ്കടമൊക്കെയും മുഖത്ത് വരുത്തി. മണ്ടനും പോയി പൊട്ടനും പോയി ബോട്ട് കിട്ടി ഐലേസ എന്ന പാട്ടും പാടി ഹാപ്പിയായി തിരികെ വീട്ടിലേക്ക് പോന്നു. ഇത്രയുള്ളൂ സംഭവം. ഇതിനെയാണ് അമ്മായി ഊതിപ്പെരിപ്പിക്കുന്നത്. പക്ഷേ പാർവതി, ആ കുട്ടിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു കൃഷ്. അവൻ്റെ നെഞ്ചിൽ പതിയെ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നവള് നിന്നോട് പറഞ്ഞോ? ഇല്ല. പിന്നെ? ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഞാനത് വായിച്ചെടുത്തതാ. ആ കുട്ടിയോ അവൾ കുട്ടിയും ചട്ടിയോ ഒന്നുമല്ല, നിന്നേക്കാൾ മൂത്തതാ. എന്നേക്കാൾ 2 വയസ്സിന് മറ്റോ ഇളയതാണെന്ന് തോന്നുന്നു. അതെ, നീ ഇങ്ങനെ വല്ലോരുടെയും കണ്ണിലെ പ്രണയത്തിൻ്റെ ആഴളന്ന് സമയം കളയാതെ എൻ്റെ കണ്ണിലെ പ്രണയത്തിൻ്റെ തീവ്രത തിരിച്ചറിയൂ നന്ദൂട്ടാ. അവളുടെ തോളിലേക്ക് മുഖമുരസിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അത് ഞാൻ കുറെ കണ്ടതാണല്ലോ കൃഷ്, നീ മാറ്റിപ്പിടി, അവൾ ഇക്കിളിയോടെ പറഞ്ഞു. നന്ദ, നിനക്കറിയോ, എൻ്റെ മനസ്സിൽ മുള്ളുള്ളപ്പോഴും നിന്നോട് എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതുപോലെ തോന്നിയിരുന്നു. ദിവ്യനും വിരാജൊക്കെയും നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നീ എൻ്റേതാണെന്ന് ആരോ ഉള്ളിയെന്ന് പറയുന്നത് പോലെ, നമ്മൾ തമ്മിൽ ജന്മാന്തരങ്ങളുടെ ബന്ധമുള്ളതുപോലെ ഒരു ഫീലായിരുന്നു. എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ആരോ ഒരാളായിരുന്നു എന്ന് തോന്നൽ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആദ്യൊരു ശ്വാസം വലിച്ചു. ഇരുവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. നന്ദ, നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയാലോ? ഒരുമിച്ചൊരു കുളി കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. ഹേയ്, ഞാനില്ല, നീ കുളിച്ചോ, ഞാൻ വേണല്ലേ നിന്റെ കുളിസി നോക്കി നിൽക്കാം. നന്ദു അവനെ നോക്കി ചെറുചിരിയാലെ പറഞ്ഞു. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. തൻ്റെ ടീഷർട്ട് അഴിച്ചു മാറ്റി പടവിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശേഷം എഴുന്നേറ്റ് നിന്നു അവളുടെ കൈയും പിടിച്ചു വലിച്ചു. കൃഷ്, ഞാനില്ലെന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നന്ദ, ഞാൻ ആഗ്രഹിച്ചു പോയി. അവളുടെ എതിർപ്പുകൾ കൂട്ടാക്കാതെ കൃഷ് അവളെയും പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി. അവളെയും കൊണ്ട് വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു. അടുത്ത നിമിഷം ഇരുവരും ഉയർന്നു പൊങ്ങി. കൃഷ് അവളെ തനിക്ക് അഭിമുഖമായി വെള്ളത്തിൽ താഴെ ഇറക്കി നിർത്തിയതും അവൾ മുഖം അമർത്തി തുടച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. ശേഷം അവനെ പിടിച്ച് തള്ളിയതും അവൻ മലർന്നടിച്ച് വെള്ളത്തിലേക്ക് വീണു. അവൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് അവൾ നോക്കി നിന്നു. അവളുടെ നെഞ്ചോളം വരെ വെള്ളമുണ്ടായിരുന്നു. അവൻ പൊങ്ങി വരുന്നത് കാണാഞ്ഞതും ഇവനിതെവിടെ പോയി എന്ന പോലെ അവൾ വെള്ളത്തിനുള്ളിലേക്ക് ലെൻസ് വെച്ച് നോക്കുന്ന പോലെ നോക്കി. അടുത്ത നിമിഷം തൻ്റെ കാലിൽ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നിയതും അവൾക്കത് അവൻ്റെ പണിയാണെന്ന് മനസ്സിലായിരുന്നു.
അവൻ്റെ ആ വലിയിൽ അവൾ വെള്ളത്തിലേക്ക് പിന്നെയും മുങ്ങി താഴ്ന്നു. അധികം വൈകാതെ അവൾ പൊങ്ങി വന്നെങ്കിലും അപ്പോഴും കൃഷ് അവിടെ ഇല്ലായിരുന്നു. അവൾ പൊങ്ങുന്നതിന് മുൻപേ കൃഷ് ഒന്ന് പൊങ്ങി വന്നതായിരുന്നു. പിന്നെ അവൻ വീണ്ടും മുങ്ങിയതാണ്. അതിനിടയിൽ വെള്ളത്തിനുള്ളിൽ നിന്നും അവൻ അവളുടെ നഗ്നമായ ഇടുപ്പിൽ ഇക്കിളി കൂട്ടിയതും അവൾ നിന്നിടത്തു നിന്നും അല്പം മാറി നിന്നു. ദേ കൃഷ്, കളിക്കല്ലേ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. കൃഷ്, നീ എവിടെയാ? ദേ ഞാൻ പോവൂട്ടോ. കൃഷ്, കൃഷ്! നന്ദ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് വിളിച്ചു. അവൻ പിന്നെയും തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത നിമിഷം അവളുടെ ധാവണിയുടെ ഷാൾ അവളിൽ നിന്ന് അടർന്നു പോവുകയായിരുന്നു. നന്ദു പേടിച്ച് കരയിലേക്ക് നീങ്ങി നിന്നതും കൃഷ് വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നു. മുഖം അമർത്തി തുടച്ചു അവളെ നോക്കി ഉറക്കെ ചിരിച്ചു. നന്ദു അവൻ്റെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചു. അവൻ അവളുടെ ധാവണിശീല എടുത്ത് തൻ്റെ അരയിൽ കെട്ടി അവൾക്ക് നേരെ കൈനീട്ടി. വാ പോടാ, ഞാനില്ല, ഞാൻ നിന്നോട് പിണക്കാം എന്നും പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു. അങ്ങനെ അങ്ങ് പിണങ്ങിയാലും മുത്തേ. അവളുടെ കൈ പിടിച്ചു വലിച്ചു അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ പിന്നെയും അവളെയും കൊണ്ട് വെള്ളത്തിലേക്ക് നടന്നു. അവൻ തൻ്റെ ഒരു കൈയാലെ അവളുടെ തലയുടെ പിറകിൽ പിടിച്ചു. അവളുടെ മുഖം തനിക്ക് നേരെ അടുപ്പിച്ചു. മറുകൈയാലെ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. അവൻ്റെ കൈ അവിടം പതിഞ്ഞതും അത് അവളിൽ കുളിര് പടർത്തി. അവൻ്റെ ചുണ്ടുകൾ തന്നിലേക്ക് അടക്കുന്നത് കണ്ടതും അവൾ കണ്ണുകൾ ഇറുകെ പൂട്ടി. അടുത്ത നിമിഷം അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നുകൊണ്ട് വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു അണ്ടർ വാട്ടർ ലിപ് കിസ്. എല്ലാം കഴിഞ്ഞു പടവിൽ വന്നിരുന്നപ്പോൾ അവൾ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും കൃഷ് വെള്ളത്തിൽ തന്നെയാണ്. അവൾ അവനെയും കാത്തു ഏറെ നേരം പടവിലിരുന്നു. കൃഷ്, ആ ഷോളിങ് താ. മാറിന് കുറുകെ കൈ പിണച്ചു കെട്ടിക്കൊണ്ട് നന്ദു പറഞ്ഞു. ഇത് നനഞ്ഞതല്ലേ, ഇതിവിടെ കിടന്നുണങ്ങട്ടെ. അവൻ അവളുടെ ഷോൾ എടുത്ത് ശരിക്കും പിഴിഞ്ഞ് ഉണക്കാൻ വിരിച്ചു. കൃഷ്, എനിക്ക് തണുക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇല്ലെന്ന്. തണുത്ത് വിറച്ചു നിൽക്കുന്ന നന്ദു തൻ്റെ കാല് രണ്ടും കൂട്ടിവെച്ചു മുട്ടിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. എങ്കിൽ നീ ആ ഡ്രസ്സ് മാറി എൻ്റെ ഈ ടീഷർട്ട് ഇട്ടിട്ട് വാ. രാവിലെ ആകുമ്പോഴേക്കും നിൻ്റെ ഡ്രസ്സ് ഉണങ്ങിക്കിട്ടും. അവിടെ ചേഞ്ചിങ് റൂമുണ്ട്, ചെല്ല്. അവൾക്ക് നേരെ തൻ്റെ ടീഷർട്ട് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും നന്ദു മുഖമുയർത്തി ടീഷർട്ടും വാങ്ങി പടവുകൾ കയറി. നനഞ്ഞ പാവാടയും പൊക്കി പിടിച്ച് പടവുകൾ കയറുന്ന നന്ദു ആ കാഴ്ച അവൻ നോക്കി നിന്നു. അവൻ പിന്നെയും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കുറച്ചു കഴിഞ്ഞതും കൃഷ്ണയും ഉറക്കെ വിളിച്ചുകൊണ്ടുള്ള നന്ദുവിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. അവൻ വെള്ളത്തിൽ നിന്നും ഇറങ്ങി വന്നു പടവുകൾ കോടിക്കയറി അവളുടെ അരികിലേക്ക് ചെന്നു. മറപ്പുരയുടെ ഡോർ തുറന്നു കിടക്കുന്നുണ്ട്. അർദ്ധനഗ്നയായ നന്ദ മുഖം തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവളുടെ ഏങ്ങലടികൾ പുറത്തേക്ക് കേൾക്കാമായിരുന്നു. നന്ദ, നീ എന്തിനാ കരഞ്ഞേ? കൃഷ് നിശ്ചിത അകലം പാലിച്ചു അവൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു. കൃഷ്, എനിക്ക്... അവൾ അപ്പോഴും കരയുന്നുണ്ട്. നന്ദ, നീ കരയാതെ കാര്യം പറ. കൃഷിൻ്റെ ദേഹത്ത് എന്തോ കടിച്ചു പിടിച്ച് കിടക്കുക. നല്ല വേദനയാ. അത് കേൾക്കേണ്ട താമസം അവൻ അവളെ തനിക്ക് നേരെ നിർത്തി. അവൾ തൻ്റെ ബ്ലൗസ് കൂട്ടിപ്പിടിച്ചു മാറുമറച്ച് നിൽപ്പുണ്ട്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു തൂവുന്നുണ്ട്. എവിടെയാ കടിച്ചേ? അവൻ്റെ ചോദ്യം കേട്ടതും അവളൊന്നും മിണ്ടിയില്ല. കാര്യം മനസ്സിലായതും കൃഷ് അവൾ ദേഹത്തെ കടിപ്പിച്ചു പിടിച്ച ബ്ലൗസ് ബലമായി പിടിച്ചു വാങ്ങി ഒരിടത്ത് വെച്ചതും അവളുടെ അർത്ഥ നഗ്ന മേനി മുഴുവൻ അവന് മുന്നിൽ ദൃശ്യമായെങ്കിലും അവൻ മോശമായ രീതിയിൽ അവളുടെ ശരീരത്തിലേക്ക് നോക്കിയതേയില്ല. അവൻ്റെ നോട്ടം അവളുടെ ഇടതുമാറിൽ കടിച്ചു പിടിച്ചു നിൽക്കുന്ന അട്ടയിലായിരുന്നു. അവിടെ നിന്ന് ചോറ് ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണം എന്നറിയാതെയായി. അവളുടെ കലങ്ങിയ കണ്ണുകൾ അവൻ്റെ നെഞ്ചിനെ കൊളുത്തി വലിച്ചു. കൃഷ് അവിടം ചുറ്റും കണ്ണോടിച്ചു. അട്ടശല്യം ഉള്ളതുകൊണ്ടാവാം അവിടെ ഒരു ഭരണിയിൽ ഉപ്പുണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന മകെടുത്ത് കുളത്തിൽ നിന്നും വെള്ളം എടുത്ത് വന്ന് ഉപ്പ് ലായനി ഉണ്ടാക്കി അവൻ തൻ്റെ കൈവെള്ളയിൽ കൂടി കുറേശ്ശെയായി അട്ടയുടെ മേലെ കുറ്റിച്ചു കൊടുത്തു. അതിനിടയിൽ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ അപ്പോഴും കണ്ണിറുക്കി അടച്ചു നിൽപ്പാണ്. നിമിഷ നേരം കൊണ്ട് അട്ട അടർന്നു താഴെ വീണു. ചോര കുടിക്കുന്ന അട്ടയായതിനാൽ ആ ഭാഗത്ത് നിന്നും രക്തം ശരിക്കും പൊടിഞ്ഞു. അവൻ അവളുടെ ബ്ലൗസ് വെച്ച് ബ്ലഡ് ഒപ്പിയെടുത്തു. അട്ട വീണതൊന്നും അവൾ അറിഞ്ഞതേയില്ല. അവൾ അപ്പോഴും കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. അവളുടെ ആ നിൽപ്പ് കണ്ടതും അവൻ അവളോട് അതിയായ വാത്സല്യം തോന്നി. ഒരു നിമിഷം അവളുടെ മേനിയിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടെങ്കിലും അവൻ തല കുടഞ്ഞു നോട്ടം മാറ്റി തൻ്റെ ടീഷർട്ട് എടുത്ത് ശരിക്കും കുടഞ്ഞു അവളെ ധരിപ്പിച്ചു. ആ നിമിഷം അവൾ കണ്ണു തുറന്ന് അവനെ നോക്കിക്കൊണ്ട് ടീഷർട്ടിന് മേലെയായി നെഞ്ചമർത്തി ഒഴിഞ്ഞുകൊണ്ടിരുന്നു. വേദന ഉണ്ടോ? ഉണ്ടെന്ന പോലെ അവൾ തലയനക്കി. നമുക്ക് വീട്ടിൽ പോയി മഞ്ഞൾ വെക്കാം, അപ്പം മാറിക്കോളും.
അവളുടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി അമർത്തി തുടച്ചു. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എന്നാലും ഇവൻ ഇതിപ്പോൾ അവിടെ കയറി കുത്തിയിരുന്നു. ആൾക്ക് കയറി കുത്തിയിരിക്കാൻ വേറെ എവിടെയും കണ്ടില്ലേ ആവോ? അവളെ കൈകളിൽ കോരിയെടുക്കുന്നതിനിടയിൽ കൃഷ് പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. നല്ല വേദനയുള്ളതുകൊണ്ട് ചിരിക്കാനും വയ്യാത്ത അവസ്ഥ. അച്ഛൻ കരുനാക്കെടുത്ത് വളച്ചപ്പോഴേ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചതാ. ഇതിപ്പോൾ അട്ടയിൽ ഒതുങ്ങിയല്ലോ, ഭാഗ്യം. ഇനിയിപ്പോൾ മൂർഖൻ്റെ എൻട്രി എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതിന് മുൻപ് പോയേക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന കൃഷ്ണനെ അവൾ കണ്ണു മിഴിച്ചു നോക്കി. അടുക്കളയിൽ ചെന്ന് പച്ചമഞ്ഞൾ തപ്പിപ്പിടിച്ചു കല്ലിൽ ഉരച്ചെടുത്ത് അട്ട കടിച്ച ഭാഗത്തേക്ക് ഊതി ഊതി പുരട്ടുന്നവനെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ശേഷം അവളുടെ ഡ്രസ്സ് നേരെയാക്കി കൊടുത്തതും അവൾ അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. നന്ദൂട്ടന് നാണാണോ? അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ടാണ് അവനത് ചോദിച്ചത്. അന്നേരം അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പതുങ്ങി. ഞാനല്ലേ, പിന്നെന്താ? എന്നായാലും ഇതൊക്കെ ഞാൻ കാണേണ്ടതല്ലേ? അവളുടെ തോളിൽ ചുംബിച്ചുകൊണ്ട് കൃഷ് പറഞ്ഞതും നാണത്തോടെ അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു. ആ ഇട്ടി പട്ടിക്കുട്ടി! അവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി തൻ്റെ നെഞ്ചമർത്തി ഒഴിഞ്ഞു. നന്ദ, ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല. വാ, പോയേക്കാം. അമ്മാവന്മാരുടെ കൂർക്കം വലി കേട്ട് അച്ഛൻ ഉണർന്നോ എന്തോ എന്നും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് അവൻ മുകളിലോട്ട് നടന്നു. ഇത് മാറിയിട്ട് കിടന്നാൽ മതി. ശബ്ദം ഉണ്ടാക്കാതെ അലമാരയിൽ നിന്നും 2 ട്രാക്ക് പാൻ്റ് എടുത്ത് ഒന്ന് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. മറ്റേത് അവൻ മാറിയെടുത്തു. എൻ്റെ ഈ നന്ന പാൻ്റ് കൂടി ഒന്ന് ഉണക്കി വെച്ചേക്ക്. ഇപ്പോൾ വേണ്ട, നാളെ മതി എന്നും പറഞ്ഞ് അവൻ മറ്റേ മുറിയിലേക്ക് നടന്നു. എല്ലാവരെയും ഒന്ന് നോക്കി അവൻ തൻ്റെ സ്ഥാനത്ത് ചെന്ന് കിടന്നതും അച്ഛൻ തലചരിച്ച് അവനെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. കൂടെ ഒരു ഡയലോഗും, അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാ കിടക്കോ? ദയവ് ചെയ്ത് അച്ഛൻ അട്ടയെ പറ്റി ഒന്നും മിണ്ടരുത്. അച്ഛൻ്റെ പറച്ചിൽ കേട്ട് കൃഷ് പറഞ്ഞു പോയി. അതെന്താടാ, നിന്നെ അട്ട കടിച്ചോ? ഇല്ലെൻ്റെ പൊന്നച്ച, അച്ഛൻ ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞവൻ തല മുഴുവൻ മൂടി പുതച്ച് കിടന്നു. കണ്ണടച്ചാ കാണുന്നത് തൻ്റെ മുന്നിൽ പാതി നഗ്നയാ നിൽക്കുന്ന പെണ്ണിൻ്റെ രൂപമാണ്. ഒന്നും മറന്നു വന്നതായിരുന്നു. അപ്പോഴാണ് വീണ്ടും അച്ഛൻ്റെ അട്ടപ്പുരാണം. കൃഷ് ആഞ്ഞൊരു ശ്വാസം വലിച്ചു കണ്ണടച്ചു കിടന്നു. പിറ്റേന്ന് രാവിലെ കൃഷും നന്ദുവും അച്ഛനും അമ്മയും തിരികെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. അതിനിടയിൽ മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരമാണ് ഇരുവരും തൊട്ടരികിലെ ദേവീക്ഷേത്രത്തിൽ ചെല്ലുന്നത്. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. ദേവിയുടെ പേരിൽ വിശേഷ പൂജകളൊക്കെയും കഴിപ്പിക്കുന്ന ദിവസം. ഇന്ന് ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ കുടുംബജീവിതത്തിൽ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്ന അമ്മമ്മ പറഞ്ഞപ്പോൾ ഇരുവരും അമ്പലത്തിലോട്ട് ഇറങ്ങി. ഇരുവരും പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ആൽത്തറയിലിരിക്കുന്ന ഒരു സ്വാമിനിയെ ഇരുവരും ശ്രദ്ധിക്കുന്നത്. അവർ പലരുടെയും കൈ നോക്കി ഭാവി പ്രവചിക്കുന്നത് നന്ദു നോക്കി നിന്നു. കൃഷ്, എനിക്ക് കൈ നോക്കി ഭാവി അറിയണം. നമുക്ക് അങ്ങോട്ട് പോയാലോ കൃഷ്? കുന്തം, എടി അതൊക്കെ തട്ടിപ്പാ, ചുമ്മാ സമയം വേസ്റ്റ്. നീങ്ങ വന്നേ. കൃഷ് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി. പ്ലീസ് കൃഷ്, നമുക്ക് എത്ര കുട്ടികളുണ്ടാകുന്ന അറിയാമല്ലോ. അവൻ്റെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ അത് അവരാണല്ലോ തീരുമാനിക്കുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. നീങ്ങ വാന്നെന്താ? അക്കാര്യം വേണേ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ആണോ? എന്നാലേ നിന്റെ കണക്ക് എനിക്ക് വേണ്ടെങ്കിലോ? നീ വരുന്നില്ലേ, വരണ്ട, ഞാൻ പോവാ എന്നും പറഞ്ഞ് നന്ദു അവർക്ക് അരികിലേക്ക് നടന്നതും വേറെ വഴിയില്ലാതെ കൃഷും പിന്നാലെ ചെന്നു. നന്ദു ആ സ്ത്രീക്ക് മുന്നിൽ ഇരുന്ന് ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും കൃഷും അങ്ങോട്ടെത്തി. ആ സ്ത്രീ നന്ദുവിനെയും കൃഷിനെയും മാറി മാറി നോക്കി. മുത്തശ്ശി, എൻ്റെ കൈ നോക്കി ഭാവി പറയോ? നന്ദു തൻ്റെ കൈ അവർക്ക് നേരെ നീട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത് കുട്ടിയുടെ ആരാ? കൃഷ്ണ ചൂണ്ടി അവർ ചോദിച്ചു. വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ കൃഷ്. ഞാൻ സ്പന്ദന. മുത്തശ്ശി, ഇനി എൻ്റെ കൈ നോക്കി പറയോ? നന്ദു പറഞ്ഞത് കേട്ട് അവർ നന്ദുവിൻ്റെ കൈയിലേക്ക് നോക്കി. അവരുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടു. നിങ്ങളുടെ വിവാഹം എന്നേക്കാ തീരുമാനിച്ചത്? തീയതി തീരുമാനിച്ചിട്ടില്ല, എന്നാലും പെട്ടെന്ന് കാണും. നന്ദു തന്നെയാണ് അത് പറഞ്ഞത്. എന്നാ ഇനിയത് വൈകിക്കണ്ട, വൈകിയാൽ ബുദ്ധിമുട്ടാണ്, അവർ പറഞ്ഞു. അതെ, ഞങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടാകുന്ന കൈരേഖയിൽ പറയുന്നത്? നന്ദുവിൻ്റെ ചോദ്യം കേട്ട് സ്വാമിനി ഒന്ന് പുഞ്ചിരിച്ചു. മോളുടെ കൈരേഖയിൽ വിവാഹയോഗം തന്നെ തെളിയുന്നില്ല, പിന്നെ എങ്ങനെയാ കുട്ടികളുണ്ടാവുക? ഇത് കേട്ട നന്ദുവിൻ്റെ മുഖം വാടുന്നത് കൃഷ് ശ്രദ്ധിച്ചു. കൃഷ്ണ ചൊറിഞ്ഞു വന്നതാണ്. പിന്നെ മിണ്ടാതെ നിന്നു. മുത്തശ്ശി, നിങ്ങൾ പറഞ്ഞതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല, ഒന്ന് തെളിച്ചു പറയോ? അത് തന്നെയാ മോളെ ഞാനും പറയുന്നത്. മോളുടെ കൈരേഖയിൽ ഒന്നും തെളിയുന്നില്ല. ആകെ തെളിയുന്നത് മോളുടെ മൃത്യു മാത്രമാണ്. മൃത്യു കുട്ടിയുടെ പിന്നാലെ തന്നെയുണ്ട്. എപ്പോഴും കരുതലോടെ ഇരിക്കണം. ഇത് കേട്ടതും കൃഷ്ണൻ്റെ മുഖത്ത് പുച്ഛമാണ് വിരിഞ്ഞത്. ഇവരാര്? കാലൻ്റെ പെങ്ങളാ?
കൃഷ് അതാണ് മനസ്സിൽ വിചാരിച്ചത്. മോൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല കുട്ടി, ദൈവനിശ്ചയമാണ്. ഇതിനുള്ള പരിഹാരം മോൻ്റെ കൈകൊണ്ട് അണിയുന്ന താലിയാണ്. പക്ഷേ ഈ വിവാഹം നടക്കുക പ്രയാസമാണ്. വിവാഹം നടക്കാൻ 3 ശുഭമുഹൂർത്തങ്ങളാണുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്നിൽ നടന്നില്ലേ പിന്നെ ഒരിക്കലും ഈ വിവാഹം നടക്കില്ല. ഗീതാഞ്ജലി രുദ്രദേവിനെ വിട്ടുപോയതുപോലെ ഈ കുട്ടി മോനെയും വിട്ട് ഈ ലോകം വെടിയും. നോ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇതൊക്കെ വെറും നുണയാണ്. ഓരോ കഥകൾ കൊണ്ട് ഇറങ്ങിക്കോളും. നീ വരുന്നുണ്ടോ നന്ദ? കൃഷ് അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് നുണ പറയേണ്ട ഒരാവശ്യമില്ല മക്കളെ. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ഗീതാഞ്ജലിയുടെയും രുദ്രദേവിൻ്റെയും പുനർജന്മമാണ് നിങ്ങൾ. വിധി അന്നവരെ ഒന്നിപ്പിച്ചില്ല. ഈ ജന്മം അതേ വിധി നിങ്ങളെയും വിടാതെ പിന്തുടരുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നന്ദു ആകെ ഷോക്കേറ്റ അവസ്ഥയിലാണുള്ളത്. കൃഷാണെങ്കിൽ ആകെ ദേഷ്യത്തിലും. മോൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്. അവിടെ പോയി മോളുടെ പേരിലും മോൻ്റെ പേരിലും മൃത്യുഞ്ജയ ഹോമം നടത്തണം. ഭഗവാന് മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. അവിടെ തൊട്ടരികിലെ പുഴയിൽ ഇരുവരും ദീപങ്ങൾ ഒഴുക്കണം. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല. ആ സ്വാമിനി പറയുന്നത് നന്ദു സമാധാനത്തോടെ കേട്ടുനിന്നു. അന്നേരം കൃഷിൻ്റെ ഫോണിലേക്ക് അച്ഛൻ വിളിച്ചതും കൃഷ് കോൾ എടുത്ത് സംസാരിച്ചു. കൃഷ് കോൾ അവസാനിപ്പിച്ചു. തൻ്റെ പോക്കറ്റിൽ നിന്നും 500 നോട്ടെടുത്ത് അവരുടെ അരികിൽ വെച്ച് നന്ദുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. കൃഷും നന്ദുവും കണ്ണിൽ നിന്നും മായുന്നത് വരെ ആ സ്ത്രീ നോക്കി നിന്നു. കൃഷ് കൊടുത്ത ആ നോട്ട് അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. അവരിരുവർക്കും വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. കൃഷ്, നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയാലോ? എനിക്കെന്തോ പേടിയാവുന്ന പോലെ. കൃഷ്, നന്ദ, നിനക്ക് ഭ്രാന്താണോ? ഓരോരോ വയറ്റിപ്പിഴപ്പ്. ഒരു ഗീതാഞ്ജലിയും രുദ്രദേവും പുനർജന്മവും അവരെ ഏതോ സിനിമാ കഥ അടിച്ചു മാറ്റി പറഞ്ഞതാ. പ്ലീസ് കൃഷ്, എനിക്ക് അവിടെ പോയേ പറ്റൂ. നന്ദ, അവിടെ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിലേ നമുക്ക് ഇനിയൊരിക്കൽ വരാം. ഇതൊക്കെയും ഞാൻ നിൻ്റെ കഴുത്ത് താലി കെട്ടിയാൽ തീരാവുന്നതാണെന്നല്ലേ പറഞ്ഞേ. ഞാൻ അച്ഛനോട് പറയാൻ പോവുക, വിവാഹം പെട്ടെന്ന് വേണമെന്ന്. അത്രയും പറഞ്ഞ് കൃഷ് വണ്ടി മുന്നോട്ടെടുത്തു. തറവാട്ടിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരിറങ്ങി. മുകളിലെ വരാന്തയിൽ നിന്നുകൊണ്ട് പാർവതി കൃഷ്ണൻ്റെ കാർ കണ്ണിൽ നിന്നും മായുന്നത് വരെ നോക്കി നിന്നു. തൻ്റെ നിറഞ്ഞ മിഴികൾ ഒപ്പിക്കൊണ്ട് അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് ശോഭ അല്പം മാറി നിന്ന് നോക്കി നിന്നു. തൻ്റെ മകളുടെ അവസ്ഥ ഓർത്ത് അവരുടെ ഉള്ളിൽ പകയെരിഞ്ഞു. മടക്ക യാത്രയിൽ കൃഷ് ആയിരുന്നു വണ്ടി ഓടിച്ചത്. കോ ഡ്രൈവിംഗ് സീറ്റിൽ അച്ഛനും. പാട്ടും കേട്ടുകൊണ്ട് തമാശയും പറഞ്ഞുകൊണ്ട് യാത്ര എൻജോയ് ചെയ്യുന്ന അച്ഛനെയും മോനെയും കണ്ട് അമ്മ ആകെ വണ്ടറടിച്ച് പോയിരുന്നു. ഇതേ സമയം നന്ദു ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അവളുടെ മനസ്സിൽ നിറയെ നേരത്തെ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു. ഇതേ സമയം കോളേജിൽ നന്ദു ഇല്ലാത്തതുകൊണ്ട് തനുവിന് തീരെ മൂടില്ലായിരുന്നു. മനസ്സിപ്പോഴും ശരിയായിട്ടില്ല. ചേച്ചിയുടെ വിയോഗം അതൊരു തീരാ നോവാണ്. തൻ്റെ ചേച്ചി എത്ര ക്രൂരയായിരുന്നു എന്ന് പറഞ്ഞാലും ചേച്ചിക്ക് തന്നെ വലിയ കാര്യമായിരുന്നു. വിരാജിനോടുള്ള ഇഷ്ടമാണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് തനു മനസ്സിലാക്കിയതാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഇപ്പോഴും മകളെ ഓർത്ത് കരയുകയാണ്. വീട്ടിലിരുന്നാൽ അവരുടെ സങ്കടം കൂടി കാണേണ്ടി വരുമല്ലോ എന്നോർത്താണ് അവൾ കോളേജിലേക്ക് വരുന്നത് പോലും. അതിനിടയിൽ വിരാജിൻ്റെ കാര്യം അറിയാതെ നന്ദുവിനോട് പറഞ്ഞു പോയതാണ്. നന്ദു ഇക്കാര്യം എല്ലാവരുടെ മുന്നിൽ പൊട്ടിക്കൊന്ന് കരുതിയതുമില്ല. ഇന്നലെ ധ്യാൻ വിരാജാണ് ആളെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതുമാണ്. ആൾക്ക് അദീനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് അറിയാഞ്ഞിട്ടല്ല, അതിനു മുൻപേ ആൾ തൻ്റെ നെഞ്ചിൽ കയറി കൂടിയിരുന്നു. കോളേജിലെ ആദ്യ ദിവസങ്ങളിൽ ആൾ നന്ദുവിൻ്റെ അരികിൽ വന്ന് സംസാരിക്കുമ്പോൾ തൻ്റെ കണ്ണുകൾ ആളിലേക്ക് നീളുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും നന്ദുവും ആളും തമ്മിൽ ഇഷ്ടത്തിലാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതിനിടയിൽ നന്ദുവിൻ്റെ മനസ്സറിയാൻ വേണ്ടി തന്നെയാണ് കൃഷ്ണനെയും വിരാജിനെയും വെച്ച് താൻ അവളെ മനഃപൂർവ്വം കളിയാക്കിയത്. നന്ദുവിന് ഇഷ്ടം കൃഷ്ണനോടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹൃദയത്തിൽ ഒരു തണുപ്പ് പടർന്നതാണ്. പിന്നെ ധൈര്യത്തിൽ വായി നോക്കി. അപ്പോഴും സങ്കടമായിരുന്നു. ആൾക്ക് നന്ദുവിനെയാണല്ലോ ഇഷ്ടമെന്നോർത്ത്. ഇലക്ഷൻ ടൈമിൽ തൻ്റെ മുന്നിൽ വെച്ച് ആളും നന്ദുവിനോട് ഇഷ്ടം പറഞ്ഞു വെല്ലുവിളിച്ചപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു. അവസാനം അവർ തമ്മിൽ നടന്ന ഡ്രാമയും അദീനയോടുള്ള ഇഷ്ടമൊക്കെയും നന്ദുവിലൂടെയാണ് അറിയുന്നത്. അന്ന് അദീനയോട് ശരിക്കും അസൂയ തോന്നി. അതിനൊക്കെ പുറമെ കോടതിയിൽ വെച്ച് അജിത്തിൻ്റെ മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞതുകൂടി കേട്ടതും മനസ്സിലൊരു നീറ്റലായിരുന്നു. ചേച്ചിയോടുള്ള ദേഷ്യം തന്നോട് കാണിക്കുമോ എന്നൊരു പേടിയും ഉണ്ടായിരുന്നു. തന്നോട് സംസാരിക്കാൻ വന്നില്ലേലും ഉള്ളിൽ തന്നോട് ആ ദേഷ്യമില്ലെന്ന് മനസ്സിലായി. താൻ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ചിന്തിക്കുമ്പോഴാണ് തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന വിരാജിനെ കാണുന്നത്. ആ മുഖത്തേക്ക് നോക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ടാണ് അവൾ എഴുന്നേറ്റ് നടന്നത്. ഒന്ന് നിന്ന്. പിൻവിളി കേട്ടതും തനു നേരിയ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. ഇന്നലെ ധ്യാൻ പറഞ്ഞതുപോലെ നിന്റെ മനസ്സിൽ ഞാനാണോ? വിരാജിൻ്റെ മുഖത്തിപ്പോൾ ആ പഴയ പുഞ്ചിരിയില്ല.
തികച്ചും ഗൗരവം മാത്രം. അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? അത് പിന്നെ എനിക്ക് അതൊന്നും അറിയണ്ട. സേ യെസ് ഓർ നോ. അവൾക്ക് നേരെ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അതെ, എനിക്കിഷ്ടമാണ്, താനു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വിരാജിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ചേച്ചിയും അനിയത്തിയും രണ്ടും കൂടി എൻ്റെ സമാധാനം കളയാൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ? എൻ്റെ ഹൃദയത്തിൽ ഒരേയൊരു പെണ്ണിനെ ഞാൻ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. ഇപ്പോഴും ഇവിടെ അവളേ ഉള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, വിരാജ് കടുപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ അതിനെ ഓർത്ത് കഴിയാനാണോ ചേട്ടൻ്റെ ഉദ്ദേശം? താനിവന് ചോദിക്കാതിരിക്കാനായില്ല. ആണെങ്കിൽ മരിച്ച ഒരാൾക്ക് വേണ്ടി മുന്നോട്ടുള്ള ജീവിതം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അതിനെ മറക്കാൻ പറ്റില്ലെന്നറിയാം, അവളെപ്പോലെ ആവില്ലെന്നും അറിയാം. എന്നാലും ചോദിക്കുക, ആ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഒരിടം എനിക്കും തന്നൂടെ? കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിത്തിരി സ്നേഹം, അത് മതി എനിക്ക്. അറിയാതെ സ്നേഹിച്ചു പോയതാ, മറക്കാൻ നോക്കി പറ്റുന്നില്ല. തനുവിൻ്റെ വാക്കുകൾ വിരാജിനെ പിന്നെയും ദേഷ്യത്തിലാഴ്ത്തി. ഇനി മേലാൽ ഇതും പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നേക്കരുത്. ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊന്നിനെ തേടിപ്പോകുന്ന ശീലം ഞങ്ങളുടെ കുടുംബത്തിനില്ല, പ്രത്യേകിച്ച് എനിക്ക് തീരെയില്ല. ഒരു പെണ്ണ് കൂട്ടിനുണ്ടായാലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാൻ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് അവൾ പോയത്. അത് മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. അവൻ്റെ തുറന്നു പറച്ചിൽ തനുവിനെ വേദനിപ്പിച്ചു. നോക്ക് തൻവി, വേണ്ടാത്തതൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടേ നന്നായി പഠിച്ച് പാസ്സാവാൻ നോക്ക്. അച്ഛനും അമ്മയ്ക്കും ഇനിയുള്ള പ്രതീക്ഷ തനുവാണ്. അതുകൊണ്ട് നല്ല കുട്ടിയായി അവർക്ക് വേണ്ടി ജീവിക്ക്. വിരാജ് അത്രയും പറഞ്ഞ് നടക്കാനൊരുങ്ങി. അദീനയുടെ അത്ര സൗന്ദര്യം എനിക്കില്ലാഞ്ഞിട്ടാണോ എന്നെ വേണ്ടെന്ന് വെക്കുന്നത്? തനുവിൻ്റെ ചോദ്യം കേട്ടത് വിരാജ് ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ അദീനയുടെ മുഖത്തിനേക്കാൾ സൗന്ദര്യം അവളുടെ ഹൃദയത്തിനായിരുന്നു. എൻ്റെ അദീന എന്നുള്ള ആ പ്രയോഗം തനുവിനെ പിന്നെയും കുത്തി നോവിപ്പിച്ചു. തൻവി നല്ല കുട്ടിയാ, തൻവിക്ക് തൻവിയുടേതായ സൗന്ദര്യമുണ്ട്. പക്ഷേ താൻ വിചാരിക്കും പോലെ എനിക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. പ്ലീസ് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അത്രയും പറഞ്ഞ് വിരാജ് അവിടുന്ന് പോയതും തനുവിൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്യാൻ തുടങ്ങി. ഇതേ സമയം കോളേജ് വരാന്തയിലൂടെ നടക്കുന്ന ഋഷിൻ്റെ കണ്ണുകൾ ആർക്കോ വേണ്ടി അലയുന്നുണ്ടായിരുന്നു.